കുട്ടികൾക്ക് നിരന്തരമായ പ്രചോദനവും ജ്ഞാനവും നൽകുന്ന ഒരു ശാശ്വത ഉറവിടമായിരുന്നു ബ്രഹ്മബാബ. കുട്ടികളോട് ബാബ പറയാറുണ്ടായിരുന്നു, മതം ശക്തിയാണ് എന്ന്. ഒരു ദിവസം നമ്മുടെ ആന്തരിക ശക്തി, അതായത് നിശബ്ദതയുടെ ശക്തി, ബാഹ്യശക്തിയെ, ശാസ്ത്രത്തിൻ്റെ ശക്തിയെ മറികടക്കും. അപ്പോൾ നാം പരിധിയില്ലാത്ത സമാധാനത്തിലും സന്തോഷത്തിലും സമൃദ്ധിയിലും ലോകത്തെ ഭരിക്കും. ആ സമയം ഇപ്പോൾ വളരെ അടുത്താണ്. ബ്രഹ്മബാബ എപ്പോഴും ആ ലഹരിയിൽ ആയിരുന്നു. എല്ലാ ആശങ്കകളിൽ നിന്നും അദ്ദേഹം മുക്തനായിരുന്നു. ഇത്രയും ഉയർന്ന അധികാരമുള്ള ആളുടെ കൂട്ടത്തിലായതിനാൽ ഓം മണ്ഡലിയിലെ മധുരമുള്ള കുട്ടികൾ ഇങ്ങനെ പാടി: सुख की आई घड़ी जब से मैं ओम मंडली गई, प्रभु से रीति छूटी सखीरी, मेरे सुख की आई घड़ी, मनवश करने मंत्र मिला मुझे, लगी न एक घड़ी, दिव्य दृष्टि मिली मोहे क्षण में, वैकुंठ आन खड़ी, मैंने कृष्ण से रास करी, सखीरी मेरे सुख की आई घड़ी, हर्ष शोक की आग उफानी, सुखपद समाधि चढ़ी, सुख की आई घड़ी, मुझे लगी न एक घड़ी, सखीरी मेरे सुख की आई घड़ी, ज्ञान अमृत बिन जिया घबराए, बिछड़ो न एक घड़ी, मैं तो अब प्रभु के हाथ विकाणी रे, तन मन सुध बिसरी, सुख की आई घड़ी, मैं तो जीते जी मरी, जब से ओम मंडली गई. ആൻറ്റി ഓം മണ്ഡലി പാർട്ടി എല്ലാ തോൽവികളും അനുഭവിച്ച ശേഷവും അവരുടെ ലക്ഷ്യം കൈവിട്ടിരുന്നില്ല. ഇപ്പോൾ അവരുടെ അവസാന നീക്കം നടത്താൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ. അവരുടെ പദ്ധതി ബ്രഹ്മബാബയെ വധിച്ച് യജ്ഞത്തിനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ആ പാവപ്പെട്ട ആത്മാക്കൾക്ക് ഇത് അറിയില്ലായിരുന്നു, ഇത് നാശമില്ലാത്ത രുദ്രജ്ഞാനയജ്ഞമാണ് എന്നുള്ളത്. ആൻറ്റി ഓം മണ്ഡലി പാർട്ടി പരിചയസമ്പന്നനായ ഒരു കൊലയാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടി കാശ്മീർ വരെ സഞ്ചരിച്ചു. ഹിമാലയത്തിൽ നിന്നുള്ള വളരെ അറിയപ്പെട്ടിരുന്ന ഒരു കൊലയാളിയെ അവർ ബ്രഹ്മബാബയെ വധിക്കുന്നതിനു വേണ്ടി കണ്ടെത്തി. അയാൾ കൊലപാതകത്തിനുള്ള തൻ്റെ കഴിവുകൾക്ക് വളരെ പ്രശസ്തനായിരുന്നു. ഒരു സിഖ് പണ്ഡിറ്റായിരുന്നു. ആൻറ്റി ഓം മണ്ഡലി പാർട്ടി ബ്രഹ്മബാബയുടെ ചിത്രവും ഓം നിവാസിൻ്റെ പ്ലാനും കൊലയാളിയെ ഏൽപ്പിച്ചു. സാധാരണ ദിവസങ്ങളിൽ ബ്രഹ്മബാബ ഗേറ്റിൽ ഇരിക്കുന്നതിന് വേണ്ടി ഒരു കാവൽക്കാരനെ നിയോഗിച്ചിരുന്നു. മെയിൻ ഫ്ലോറിൽ വാതിലിന് ചുറ്റും ഇരിക്കാൻ സഹോദരിമാരുണ്ടായിരിക്കും. ഒപ്പം ബ്രഹ്മബാബ ഒരിക്കലും തൻ്റെ മുറിയിൽ തനിച്ചായിരിക്കുകയില്ല. അദ്ദേഹത്തെ തൻ്റെ ജോലിയിൽ സഹായിക്കാൻ എപ്പോഴും ആരെങ്കിലും ഉണ്ടായിരുന്നു. ഇതൊക്കെ ആയിരുന്നിട്ടും ആ പ്രത്യേക ദിവസം കാറുകൾ ഒന്നിൻ്റെ ടയർ പൊട്ടിയതിനാൽ ഗേറ്റിലെ കാവൽക്കാരൻ അവരെ സഹായിക്കാൻ വേണ്ടി പോയി. മെയിൻ ഫ്ലോറിലെ സഹോദരിയെ ചില ജോലികൾക്കായി അടുക്കളയിലേക്ക് വിളിച്ചു. ബ്രഹ്മബാബയോടൊപ്പം ഉണ്ടായിരുന്ന സഹോദരി ബാബയ്ക്ക് അത്താഴമെടുക്കാൻ വേണ്ടി പോയി. ഈ രാത്രിയിലാണ് കൊലയാളി തൻ്റെ നീക്കം നടത്താൻ തീരുമാനിച്ചത്. ആക്രമി വേലി ചാടി ഗേറ്റുകളെല്ലാം കടന്നു. നേരെ ബാബയുടെ മുറിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി മെയിൻ ഫ്ലോറിലൂടെ മുകളിലേക്ക് കയറി. ബാബയുടെ മുറിയിലേക്ക് കയറിയപ്പോൾ ബാബ തൻ്റെ മേശയിലിരുന്ന് ഡയറിയിൽ ചില മനോഹരമായ അറിവുകൾ എഴുതുകയായിരുന്നു. ബാബ മുകളിലേക്ക് നോക്കിയപ്പോൾ
വിചിത്രനായ ഈ മനുഷ്യൻ്റെ കയ്യിൽ വാൾ കാണുകയുണ്ടായി. ബ്രഹ്മബാബ ഇങ്ങനെ പറഞ്ഞു, ശിവബാബ, ഈ പാവപ്പെട്ട പഴയ ശരീരത്തെ ഉപയോഗിക്കുന്നത് തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനത് ചെയ്യുക തന്നെ ചെയ്യും. ഈ വാഹനത്തെ സംരക്ഷിക്കുന്നത് അവൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റേതല്ല. ഈ ചിന്തയോടുകൂടെ ബാബ ഭയമില്ലാതെ ആക്രമിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കൊലയാളിക്ക് ബ്രഹ്മബാബയുടെ മുഖം പോലും കാണാൻ കഴിഞ്ഞില്ല. അയാൾക്ക് ആകെ കാണാൻ കഴിഞ്ഞത് മുറിയിലുള്ള സ്വർണ്ണ നിറത്തിലുള്ള മൂടൽമഞ്ഞു മാത്രമാണ്. ആ ശുദ്ധമായ മൂടൽമഞ്ഞിൽ അവൻ്റെ കാലുകൾ ഇടരാൻ തുടങ്ങി. അയാൾക്ക് ശരീരബോധം നഷ്ടപ്പെട്ട് മരിച്ചതുപോലെ തോന്നി. നിർവാണത്തിലേക്ക് ഉയർന്നു. അവൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളുടെ എല്ലാ ഓർമ്മകളും ഒഴുകിപ്പോയി. അവൻ്റെ കയ്യിൽ നിന്നും വാള് താഴേക്ക് വീണു. വാൾ താഴെ വീണ ശബ്ദം കേട്ട് സഹോദരിമാർ ബാബയുടെ റൂമിലേക്ക് ഓടിയെത്തി. അവർ സെക്യൂരിറ്റിയെ വിളിച്ച് കൊലയാളിയെ പിടിച്ച് പ്രധാന ഹാളിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ബ്രഹ്മബാബ കാവൽക്കാരോട് പറഞ്ഞു, അവനോട് മാന്യമായും സമാധാനപരമായും മാത്രം പെരുമാറുക എന്ന്. ഹാളിലേക്ക് കൊണ്ടുവന്ന കൊലയാളിയോട് സഹോദരി പറഞ്ഞു, താങ്കൾ ദൈവത്തിൻ്റെ വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഭൂതകാലത്തെ പാപങ്ങൾ കഴുകിക്കളയാൻ അയാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സാധിക്കും എന്ന്. ഈ അനുഭവം കൊലപാതകിയെ ആഴത്തിൽ സ്പർശിച്ചു. ബാബയുടെ മുന്നിൽ വെച്ച് ഒരു സത്യം ചെയ്യാൻ അയാൾ തീരുമാനിച്ചു. ഭാവിയിൽ ഒരാളെയും ശാരീരികമായി ആക്രമിക്കുകയില്ല എന്ന് അയാൾ പറഞ്ഞു. ഇനി ഒരിക്കലും താൻ വാൾ തൊടുകയില്ല എന്നും പറഞ്ഞു. അടുത്ത ദിവസം ആൻറ്റി ഓം മണ്ഡലിക്കാർ ഈ വിവരം കേട്ടപ്പോൾ യജ്ഞത്തിനെ ആക്രമിക്കാനുള്ള അവരുടെ ഉദ്യമത്തെ അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. ഇപ്രകാരമാണ് ബ്രഹ്മബാബ യജ്ഞരക്ഷകൻ്റെ റോൾ അഭിനയിച്ചത്. ഈ രുദ്രയജ്ഞത്തിൻ്റെ കോട്ട അത്രയും ശക്തമായിരുന്നു. ഹംസ സമാൻ ബൻകർ തും മോത്തി ചുഗത്തെ ജാനാ धारण करना गुण सभी से सबको गुणी बनाना इस जग को करेगी पावन इस जग को करेगी पावन दृष्टि तुम्हारी उपकारी शिव पिता ने